നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മിനി സ്ക്രീൻ താരങ്ങളായ മേഘ മഹേഷിനെയും സൽമാനുൽ ഫാരിസിനെയും കുറിച്ചുള്ള വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് മിനി സ്ക്രീൻ താര ജോഡികൾ ജീവിതത്തിലും ഒരുമിച്ചത്. മിഡിരണ്ടിലും എന്ന പരമ്പരയിലൂടെ ജനപ്രിയരായ മേഘയും സൽമാനുലുമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തത്. സഞ്ജു ലച്ചു ജോഡികളുടെ കെമിസ്ട്രി മികച്ചതായിരുന്നു എന്ന് ആരാധകരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ പേരിൽ ഫാൻസ് പേജുകളും സജീവമായിരുന്നു. സ്ക്രീനിലെ മികച്ച കെമിസ്ട്രി ഇരുവരും ജീവിതത്തിലേക്ക് പകർത്തിയിരിക്കുകയാണ്. ജീവിതത്തിൽ ഒന്നിച്ച വിശേഷം കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുവരും പങ്കുവച്ചത്. ഇവരൊന്നിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരെ സംബന്ധിച്ച് വലിയ സന്തോഷമാണിത്. എന്നാൽ ഇത്ര ചെറുപ്രായത്തിലെ മേഘയ്ക്ക് ഇത് വേണമായിരുന്നോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. വീട്ടുകാരുടെ ആശീർവാദത്തോടെ ആയിരുന്നോ വിവാഹം എന്ന് ചോദിച്ചവരുമുണ്ട്. സ്ക്രീനിലെ പ്രിയ ജോഡികൾ ജീവിതത്തിലും ഒന്നാവുന്നത് സാധാരണ സംഭവം തന്നെയാണ്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെയായി ഒന്നിച്ച് പ്രവർത്തിച്ചവർ പിന്നീട് ഒന്നായിട്ടുമുണ്ട്. നായകനും നായികയുമായി തിളങ്ങി നിന്ന് സന്തോഷകരമായ കുടുംബജീവിതവുമായി മുന്നേറുന്നവർ ഏറെയാണ്. സീരിയലിൽ ഒന്നിച്ചില്ലെങ്കിലും സഞ്ജുവും ലക്ഷ്മിയും ജീവിതത്തിൽ ഒന്നിച്ചതിന്റെ സന്തോഷമായിരുന്നു ആരാധകർ പങ്കുവച്ചത്. മിഡിരണ്ടിലും സീരിയലിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും. വിവാഹത്തിന് പിന്നാലെ ഇരുവരും ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു. ഈ ചാനലിലൂടെ പുതിയൊരു വിശേഷം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് സൽമാനും മേഘയും. ഒരു വലിയ സർപ്രൈസ് വരുന്നുണ്ടെന്നാണ് ഇരുവരും പറഞ്ഞത്. ഒരു വലിയ സർപ്രൈസ് വരുന്നു എന്ന് അറിയിക്കാനുള്ള ചെറിയ സർപ്രൈസ് വീഡിയോയാണിത്. ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന മൊമെന്റാണ്. നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. ബാക്കി കാര്യങ്ങൾ ഉടനെ അറിയിക്കുന്നതായിരിക്കും എന്നും സൽമാൻ പറഞ്ഞു. ഈ ഒരു സർപ്രൈസിന് വേണ്ടി തങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്നും ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന സംഭവമായിരിക്കും ഇതെന്നും മേഘ പറഞ്ഞു. നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് വരുന്നത്. പുതിയ സീരിയൽ കൃഷ്ണഗാഥയെ കുറിച്ചല്ലേ മനസ്സിലായി. സീതാരാമൻ തമിഴ് സീരിയൽ റീമേക്ക്. സൽമാനും കനൽപ്പൂവ് സീരിയൽ നടി വൈഷ്ണവിയുമാണ് നായകനും നായികയും. വൈഷ്ണവിയുടെ അനിയത്തിയുടെ വേഷമായിരിക്കും മേഘയ്ക്ക്. വെയിറ്റിംഗ് എന്നാണ് ഒരു കമന്റ്. ഫാമിലിയെ കാണാൻ പോകുന്നുണ്ടാവും. രണ്ടുപേരുടെയും എന്താണ് സർപ്രൈസ്? നിങ്ങൾക്ക് കുട്ടി ജനിക്കാൻ പോകുന്നുണ്ടോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. മിഡിരണ്ടിലും ഹിറ്റ് സീരിയലായിരുന്നു. ഇതിലെ പ്രധാന വേഷങ്ങൾ ചെയ്തത് സൽമാനും മേഘയുമായിരുന്നു. സീരിയലിൽ സഞ്ജു ലക്ഷ്മി എന്ന റോളുകളാണ് ഇരുവരും ചെയ്തത്. സീരിയലിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് സൽമാൻ മാറിയിരുന്നു. സൽമാന്റെയും മേഘയുടെയും വിവാഹം അപ്രതീക്ഷിതമായിരുന്നു. മേഘയും സൽമാനും തമ്മിൽ 12 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ബാലതാരമായി എത്തിയ മേഘയ്ക്ക് ഇപ്പോൾ 19 വയസ്സാണ്. സൽമാന് 31 വയസ്സാണ്. ഇരുവരും വീട്ടുകാർ അറിയാതെ ആയിരുന്നു വിവാഹം ചെയ്തത്. എന്നാൽ രജിസ്റ്റർ മാരേജിന്റെ ദിവസം മേഘയുടെ അച്ഛൻ അപ്രതീക്ഷിതമായി അവിടേക്ക് എത്തിയിരുന്നുവെന്ന് ഇവർ പറഞ്ഞിരുന്നു. അതേസമയം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ഇരുവരുടെയും പ്രണയകഥയെക്കുറിച്ചും താരങ്ങൾ പറഞ്ഞിരുന്നു. ഞാനാണ് തുടങ്ങിയത്. ഞാൻ അങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്യുകയായിരുന്നു. എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് പ്രൊപ്പോസ് ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരൻ എന്നെ റിജക്റ്റ് ചെയ്തു. ഞാൻ കരുതിയിരുന്നത് എളുപ്പമായിരിക്കും എന്നാണ്. സിനിമയിൽ കാണുന്നത് പോലൊക്കെ തയ്യാറെടുപ്പ് പറയാമെന്ന് കരുതി. പക്ഷെ അവിടെ എത്തിയതും വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഷോട്ടിന് വിളിക്കും, വീണ്ടും വരും, റീസ്റ്റാർട്ട് ചെയ്യും, വീണ്ടും ഷോട്ടിന് വിളിക്കും. അങ്ങനെ 2-3 തവണ ബ്രേക്കായ ശേഷം ഞാൻ പറഞ്ഞു. ബ്ലഷ് അടിച്ചുവെങ്കിലും റിജക്റ്റ് ചെയ്തു എന്ന് മേഘ പറയുന്നു. മിഡിരണ്ടിലും സെറ്റിൽ ആദ്യം സുഹൃത്തുക്കളാകുന്നത് ഞങ്ങളായിരുന്നു. എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കും. എൻ്റെ കുടുംബം ദുബായിലാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ മേഘ ചോദിക്കുമായിരുന്നു. അവളുടെ കാര്യങ്ങൾ ചോദിക്കും. ആ സമയത്ത് പഠിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് സൽമാൻ പറയുന്നത്. റിജക്റ്റ് ചെയ്ത ശേഷം ഇപ്പോൾ വെറുതെ തോന്നുന്നതാകും, സീരിയസ് ആയിരിക്കില്ല, നീ ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞു എന്നാണ് സൽമാൻ പറയുന്നത്. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിനാൽ ലവ് ലൈഫ് വേണ്ടെന്ന് കരുതി നിൽക്കുകയായിരുന്നു. സിഗ്മ അടിച്ചു നടക്കുകയായിരുന്നു. പ്രൊപ്പോസ് ചെയ്തപ്പോൾ റിജക്റ്റ് ചെയ്യാൻ 2 കാര്യമുണ്ട്. ഒന്ന്, ഞാൻ പ്രണയം വേണ്ടെന്ന് തീരുമാനിച്ചതിനാലാണ്. രണ്ടാമത്തേത്, പ്രായത്തിൻ്റെതായ ആകർഷണം തോന്നൽ മാത്രമാകാം എന്നതായിരുന്നുവെന്നും സൽമാൻ വിശദമാക്കുന്നുണ്ട്. സീരിയസ് ആണെന്ന് കണ്ടപ്പോൾ പഠിത്തം പൂർത്തിയാക്കാനും എന്നെ കാണാതിരിക്കുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ആലോചിക്കാം, പക്ഷേ 1 വർഷം കൊണ്ട് കുറയുമെന്നും പറഞ്ഞിരുന്നുവെന്നും സൽമാൻ പറയുന്നു. പഠിത്തം നിനക്കുള്ള ധൈര്യമായിരിക്കുമെന്നും പറഞ്ഞു. സ്വതന്ത്രമായ ശേഷം തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോഴും തോന്നുന്നുവെങ്കിൽ വരാൻ പറഞ്ഞുവെന്നും താരം പറയുന്നു. മേഘയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ താൻ കൂടെ നിന്നിരുന്നു. അതുകൊണ്ട് കൂടി തോന്നിയ സ്നേഹം മാത്രമാണോ എന്നും ചിന്തിച്ചിരുന്നുവെന്നും താരം പറയുന്നുണ്ട്. ഇതിനിടെ ഡേറ്റ് ക്ലാഷ് കാരണം മിഡിരണ്ടിലും പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നു. അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചത് മേഘയാണ്. വളരെ സങ്കടപ്പെട്ടാണ് മിഡിരണ്ടിലും വിടുന്നത്. വളരെ ആസ്വദിച്ച് ചെയ്ത സീരിയലാണ്. ഇന്നും ആളുകൾ എന്നെ വിളിക്കുന്നത് സഞ്ജു എന്നതാണ്. ആ പ്രോജക്റ്റ് പോയപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷവും മേഘ കോണ്ടാക്ട് തുടർന്നു.
കുറഞ്ഞിരുന്നു. കുറയുമായിരിക്കുമെന്നാണ് കരുതിയത്, പക്ഷെ കുറഞ്ഞില്ലെന്നും സൽമാൻ പറയുന്നു. 2 വർഷം എന്നെ കാത്തു നിർത്തി, അതിനുശേഷമാണ് യെസ് പറയുന്നതെന്ന് മേഘയും പറയുന്നു. കല്യാണത്തിന്റെ അന്നാണ് ഇഷ്ടമാണെന്ന് പറയുന്നത്. രജിസ്റ്റർ ചെയ്യുന്നതിന്റെ 1 മണിക്കൂർ മുൻപാണ് ഔദ്യോഗികമായി ഇഷ്ടമാണെന്ന് പറയുന്നതെന്നും മേഘയും സൽമാനും പറയുന്നുണ്ട്. ഞാൻ യെസ് എന്നോ ഐ ലവ് യു എന്നോ പറഞ്ഞിരുന്നില്ല. ഡയറക്റ്റ് വിവാഹം കഴിക്കാമോ എന്നാണ് പറഞ്ഞതെന്നും സൽമാൻ പറയുന്നു. സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച് കോംബോ സൃഷ്ടിക്കുന്ന പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണമെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പലരും അതൊരു ചെറിയ സൗഹൃദമായി സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് നടൻ സൽമാനുലും നടി മേഘ മഹേഷും വിവാഹിതരാകാൻ പോകുകയാണെന്ന് പറഞ്ഞത് കേട്ട് ആരാധകർക്കും വിശ്വസിക്കാൻ സാധിക്കാതെ വന്നത്. അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു താരങ്ങൾ വിവാഹിതരായത്. ഇന്റർകാസ്റ്റ് വിവാഹം കൂടി ആയതിനാൽ വീട്ടുകാരുടെ പിന്തുണയില്ലായിരുന്നു. മേഘ മഹേഷിനെ പോലെ മലയാളികൾക്ക് സുപരിചിതയാണ് താരത്തിന്റെ അമ്മ ബിന്ദു മഹേഷിനെ. മകളെയും മകനെയും ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് എത്തിച്ചപ്പോൾ അതിന് കൂട്ടായി നിന്നത് ബിന്ദു മഹേഷ് ആയിരുന്നു. മേഘയുടെ അച്ഛൻ ജോലി തിരക്കുകളിൽ ആകുമ്പോൾ ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനിലേക്ക് ഈ 2 മക്കളെയും ചേർത്ത് പോകുന്നതിലും ബിന്ദു വഹിച്ച പങ്ക് ചെറുതല്ല. ഇക്കഴിഞ്ഞ ദിവസം ബിന്ദു പങ്കുവച്ച ചില ചിത്രങ്ങളും വീഡിയോസുമാണ് ആരാധകരുടെ മനം കവർന്നത്. മേഘയും സൽമാനും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു. അന്നു മുതലാണ് കുടുംബക്കാർ തമ്മിൽ അറിഞ്ഞല്ല വിവാഹം നടന്നത് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ മേഘയുടെ അച്ഛൻ വിവാഹത്തിൽ പങ്കെടുത്ത വിവരം വന്നതോടെ അത്തരം ഗോസിപ്പുകൾ കുറഞ്ഞു. പക്ഷെ അമ്മ ബിന്ദുവുമായി വലിയ ബന്ധമില്ലെന്നായിരുന്നു പിന്നീടുള്ള സംസാരം. ഇൻസ്റ്റയിൽ സജീവമാണ് ബിന്ദു. ആകാശ് മഹേഷിന്റെയും മേഘ മഹേഷിന്റെയും അമ്മ എന്നാണ് ബിന്ദു ഇപ്പോഴും ഇൻസ്റ്റയിൽ കുറിച്ചിരിക്കുന്നത്. താൻ എന്നും അവളുടെ അമ്മയാണെന്നും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നുമാണ് ഈ ബയോയിലൂടെ ബിന്ദു പറയാതെ പറയുന്നത്. അതോടെയാണ് അമ്മ മകൾ ബന്ധം അടർത്തി മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് കമന്റുകൾ നിറഞ്ഞതും. ഇക്കഴിഞ്ഞ ദിവസം ഭർത്താവ് മഹേഷിനും മകൻ ആകാശിനും ഒപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയതാണ് ബിന്ദു. ഈ ചിത്രങ്ങളും വീഡിയോസും എല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. അതോടെയാണ് എന്നും ഞങ്ങൾക്ക് ആ പഴയ ചിരി കാണാൻ ആഗ്രഹമുണ്ടെന്നും വിഷമിച്ചിരിക്കരുത് എന്നുള്ള കമന്റുകളും ആരാധകർ പങ്കുവച്ചത്. ഇരുവരുടെയും വീട്ടുകാർ ഇല്ലാതെയായിരുന്നു വിവാഹം. കൂട്ടുകാരാണ് രജിസ്റ്റർ ഓഫീസിൽ എത്തിയതും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തതും. 31-കാരനായ സൽമാനുൽ ഫാരിസും 19-കാരിയായ മേഘ മഹേഷിന്റെയും വിവാഹത്തെ പ്രായ വ്യത്യാസത്തിന്റെ പേരിലും ചിലർ പരിഹസിച്ചിരുന്നു. മിസ്റ്റർ ആൻഡ് മിസിസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസിസ് സൽമാൻ വരെ എത്തിയിരിക്കുന്നു. ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും വിനോദവും ഉയർച്ച താഴ്ചകളും ഉന്മാദവും സങ്കടങ്ങളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ചും എന്നെന്നും പങ്കിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നാണ് സൽമാനുൽ ഇൻസ്റ്റഗ്രാമിൽ വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നത്.